Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. സ്റ്റാർസ് ഓൺ എയർ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം RJ തുഷാര. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഡയറക്ടർ മനു സ്വരാജ് ആണ്. വെൽക്കം ടു സ്റ്റാർസ് ഓൺ എയർ. പടക്കളം എന്ന് പറയുന്ന ഈ ഒരു പടത്തിനെ കുറിച്ചാണ് ആദ്യം സംസാരിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ വിശേഷങ്ങൾ ഇപ്പോൾ ഈ ഒരു പടത്തിനെ കുറിച്ചാണ് റിവ്യൂസും ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ലെറ്റ് മീ ആസ്ക് യു, ഹൗ ഹാപ്പി ആർ യു? ആ ചോദ്യം സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? കാര്യം മിക്സഡ് ആണ്. എന്റെ ടു ബി റിയലി ഫ്രാങ്ക് മിക്സഡ് ആണ്. ലൈക്ക് അത് ടു മെനി ഫാക്ടേഴ്സ് ബാക്കിങ് ഇട്ട്. പക്ഷെ അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഗ്രേറ്റ്ഫുൾ ആവാത്ത ആളൊന്നുമല്ല. പിന്നെ വേറൊരു കേസ്, ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെയും എനിക്ക് പ്രോപ്പർ ആയിട്ടൊന്നും ഉറങ്ങാനോ റെസ്റ്റോ കിട്ടിയിട്ടില്ല. ചിലപ്പോ അതൊക്കെ കഴിഞ്ഞ് പ്രോസസ് ചെയ്യുമ്പോഴായിരിക്കും എന്താ സംഭവിച്ചെന്നുള്ള മനസ്സിലാവുന്നത്. എനിക്കിപ്പോഴും നടന്ന സാധനങ്ങൾ പ്രോസസ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. അത് കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ ഹാപ്പിനെസ് വിൽ ഹിറ്റ്. ഇതുവരെ അത് ഹിറ്റ് ചെയ്തിട്ടില്ല, ഞാൻ വെയിറ്റ് ചെയ്യാണെന്നൊക്കെ. അതെ അതെ അതെ, ജെനുവിൻലി അതാണ് കാര്യം. മറ്റേത് ഞാനിപ്പോ സന്തോഷവാനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരനെ ഇടിക്കും. ഇത്ര ഒരു പടം ഇറക്കി കഴിഞ്ഞു ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് ഇടികൊള്ളാനും വയ്യേ. അതെ, ടു ബി ജെനുവിൻ ഞാനത് പ്രോസസ് ചെയ്യാനുള്ള ടൈം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഒന്ന് വീട്ടിലൊക്കെ വന്ന് ഒരാഴ്ചയൊക്കെ ഇരുന്ന് ഒന്ന് കഴിഞ്ഞ് ഉറങ്ങിയൊക്കെ എണീക്കുമ്പോ അറിയാം എന്താ സംഭവിച്ചത്. പടക്കളം എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഡയറക്ടർ മനു സ്വരാജ് ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമയ്ക്ക് എല്ലായിടത്തും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തലൈവർ ഹിംസെൽഫ് കൺഗ്രാറ്റുലേറ്റഡ് യു. ആ മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ നമുക്ക് വളരെ ചെറിയൊരു ഷോർട്ട് സ്പാനേ പുള്ളിയായിട്ട് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ലൈക്ക് അത് മുന്നേ നടന്ന കാര്യങ്ങളൊന്നും എനിക്കിപ്പോ ഓർമ്മ പോലുമില്ല. നമ്മൾ എങ്ങനെയൊക്കെയോ ഓടിപ്പടച്ച് ഫ്ലൈറ്റിലൊക്കെ ചാടി കേറിയിട്ടൊക്കെയാണ് പുള്ളിയെടുത്ത് എത്തുന്നത്. അപ്പൊ എത്തിക്കഴിഞ്ഞ് ആ കാരവാന്റെ അകത്ത് കേറുമ്പോ കാണുന്നത് നമ്മൾ പുള്ളിയെ കാണാൻ എത്ര ഹാപ്പിയാണോ അതിനേക്കാൾ ഡബിൾ ഹാപ്പി ആയിട്ട് ഒരു മനുഷ്യനാകത്ത്. പുള്ളി അത്രയും എക്സൈറ്റഡ് ആയോ, അത്രയും എന്താ പറയാ, നമ്മുടെ ഒരു ഭയങ്കര പ്ലസന്റ് ഓറയെന്നല്ല അതിനെ പറയുന്നത്, ഭയങ്കര ഹാപ്പി എക്സൈറ്റഡ് ഓറ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ. പുള്ളിക്കാരൻ കൈയൊക്കെ തൊട്ട് ഹായ് ഹായ് വണക്കം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മള് സുരാജേട്ടന്റെ ഐപാഡാണ് എന്റെ കയ്യിലിരുന്നത്. ഞാൻ ഇങ്ങനെ ട്രailer കാണിച്ചു. അപ്പൊ ട്രailer കണ്ട് പുള്ളി ഭയങ്കരമായിട്ട് ചിരിച്ചു. എന്നിട്ട് ട്രailer കഴിഞ്ഞിട്ട് പുള്ളി ലൈക്ക് എ ഗുഡ് ഗസ്റ്റർ പറഞ്ഞതായിരിക്കാം. ട്രailer കണ്ട് അടുത്ത ഇൻസ്റ്റന്റ് തന്നെ ടിപ്പിക്കൽ രജനി സാർ സ്റ്റൈൽ പുള്ളിക്കാരൻ പറഞ്ഞു എന്താ പടം ഹിറ്റിപ്പാ. അതൊക്കെ നമുക്ക് മറ്റേ ഭയങ്കര ഹാപ്പിനെസ് തോന്നി. മീൻസ് കമ്മിങ് ഫ്രം ഹിം പുള്ളി അതൊരു കൈൻഡ് വേർഡായിട്ട് പറഞ്ഞായിരിക്കും. പക്ഷെ കമ്മിങ് ഫ്രം ഹിം അതൊരു ഭയങ്കര സംഭവമാണ്. പിന്നെ എല്ലാരും വന്നു, സംസാരിച്ചു, ഫോട്ടോ എടുത്തു, പിരിഞ്ഞു. ഭയങ്കര സംഭവമായിരുന്നു. അതും എഗെയിൻ ഭയങ്കര ഒരു എന്താ പറയാ, നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ മേലെ നടന്ന സാധനങ്ങളൊക്കെയാണ്. ഈ ഒരു സിനിമ പടക്കളം എന്ന് പറയുന്ന സിനിമ താങ്കൾ എഴുതുകയും ഡയറക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു രണ്ട് പ്രോസസ്സിലും ലെറ്റ് മീ ആസ്ക് യു, ഇഫ് യു ഹാഡ് ടു ചൂസ് വൺ, ഇതിലെ ഏറ്റവും കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു കംഫർട്ട് എന്ന് തോന്നുന്നത് ഇതിൽ രണ്ടിലും ഏതായിരിക്കും? അത് ഈ രണ്ട് പ്രോസസ്സ് മ്യൂച്വലി ഇൻഡിപെൻഡന്റ് അല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ റൈറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നമ്മുടെ കോ റൈറ്റർ നിതിൻ സി ബാബുവും കൂടെ ഉണ്ട്. അപ്പൊ റൈറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ നമുക്ക് ഓക്കെ കഥ ഡെവലപ്പായി വരുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ അതിൽ ഏറ്റവും വലിയൊരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഞാനും നിതിനും മാത്രമേ ഇൻവോൾവ് ആവുന്നുള്ളൂ എന്നുള്ളതാണ്. വേറെ ആരെയും ബോധിപ്പിക്കാനല്ല, നമ്മൾ നമ്മുടെ ഫ്രീഡത്തിന് ഒരു വേൾഡ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഓക്കെ അത് അതിന്റെ ഫസ്റ്റ് എക്സൈറ്റ്മെന്റ്. ആൻഡ് ആ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ഇതെങ്ങനെ ഡയറക്റ്റ് ചെയ്യാന്നുള്ള എക്സൈറ്റ്മെന്റ് എവർ പ്രസന്റ് ആണ്. അപ്പൊ ഈ രണ്ട് പ്രോസസ്സും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇഫ് ഐ ഹാവ് ടു ചൂസ് വൺ, ഞാൻ എഴുതുന്നത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സൈറ്റ്മെന്റ് കൊണ്ടാണ്. അതെ, അപ്പൊ അതെ രണ്ടും ഇഷ്ടപ്പെടുന്ന ജോലി തന്നെയാണ്. അടിപൊളി. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇതിനകത്ത് വളരെ നല്ലൊരു സ്റ്റാർ കാസ്റ്റും കൂടി ഉണ്ട് തന്നെ. ഓരോ ആക്ടേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അടിപൊളിയായിട്ട്. ഇപ്പൊ സുരാജേട്ടനായാലും ഷറഫുദ്ദീൻ ആയാലും സന്ദീപ്, അതുപോലെ തന്നെ സാഫ് ബോയ് ഉൾപ്പെടെ എല്ലാവരും അടിപൊളിയായിട്ടുള്ള ആക്ടേഴ്സ് തന്നെയാണ്. വെൻ യു വർ റൈറ്റിംഗ് ഡിഡ് യു ഹാവ് ഓൾ ദീസ് പീപ്പിൾ ഇൻ മൈൻഡ്? എനിക്ക് എഴുതിയ സ്ക്രിപ്റ്റില് സുരാജേട്ടൻ മാത്രമായിരുന്നു, സുരാജേട്ടനും അരുൺ പ്രദീപും, ഇവരെ രണ്ടുപേരെ മാത്രമായിരുന്നു ഞാൻ ലോക്ക് ചെയ്ത് എഴുതിയിട്ടുള്ളത്. അതാ ഇവരെ വേണം എന്ന് വഴക്കുണ്ടാക്കിയത് ഇവർ രണ്ടുപേരായിരുന്നു. കാര്യം സുരാജേട്ടന്റെ കേസ് ഭയങ്കര എവിഡന്റ് ആണ്. അതായത് നമുക്ക് മലയാളികൾ വെരി കൺവിൻസിംഗ്ലി ഭ്രാന്തമായ അഭിനയം അഭിനയിച്ചാൽ അത് അംഗീകരിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഓവർ ദ ടോപ്പ് ചെയ്യാൻ ലൈസൻസ് മലയാളികൾ കൊടുത്തിരിക്കുന്ന വളരെ ചുരുക്കം നടന്മാരേ ഉള്ളൂ. അതിലൊരാള് സുരാജേട്ടനാണ്. അപ്പൊ സുരാജേട്ടൻ അവിടെ വരിക എന്ന് പറയുന്നത് എന്റെ പടത്തിന്റെ മറ്റേ മൊത്തം ഫ്ലേവറിന്റെ ബാക്ക് ബോൺ ആണത്. ഒരാൾ ഓവർ ദ ടോപ്പിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഓവർ ദ ടോപ്പ് പിടിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ആ ക്രക്സ് സുരാജേട്ടനാണ്. പിന്നെ അരുൺ പ്രദീപ് എന്ന് പറഞ്ഞാൽ ഞാൻ അരുൺ പ്രദീപിന്റെ വൈൻസ് ഒരുപാട് കാണുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ആ വൈൻസ് കണ്ട് അവന്റെ ന്യൂൻസൻസ് അറിയാം. അപ്പൊ അത് വെച്ച് എഴുതിയൊരു ക്യാരക്ടറാണ്. അടിപൊളി. അപ്പൊ ഈ രണ്ട് ക്യാരക്ടേഴ്സും മാത്രമായിരുന്നു മറ്റേ നിർബന്ധത്തോടെ കൊണ്ടുവന്നത്.
പിന്നെ ഹോപ്പ്ഫുള്ളി നമുക്ക് ബാക്കി വന്നവരെല്ലാം ഇപ്പൊ ഷെറഫിക്കായാലും ഭയങ്കര പൊളിയായിട്ടാണ്. അതുപോലെ സന്ദീപ് റിലേറ്റീവ്ലി ന്യൂ കമർ ആണെങ്കിലും പിന്നെ മൊത്തത്തിൽ എന്താ പറയാ റിട്ടേൺ ടു ഫ്രെയിം എന്നെ ഞെട്ടിച്ചിരിക്കുന്ന സന്ദീപാണ്. അത് സന്ദീപ് എനിക്ക് എന്റെ ഫൈൻഡ് ഒന്നുമല്ല, അത് സന്ദീപ് എന്ന് പറയുന്ന ആൾ ഡിസർവിംഗ് ആണ്. അപ്പൊ അങ്ങനെ അവനിലേക്ക് വന്നു ചേർന്നാണ്. അവൻ ഇനിയും വരുമെന്ന് തോന്നുന്നു. കാര്യം അത്രയും നല്ലൊരു സാധനം അവൻ കാണിച്ചു, ഞെട്ടിച്ചു കളഞ്ഞു. എന്നെ ഞെട്ടിച്ച സന്ദീപാണ്. അടിപൊളി. ഏതൊരു സ്റ്റോറി എഴുതുന്ന സമയത്തും ഒരു ത്രെഡ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ എവിടെന്നെങ്കിലും വരുമല്ലോ. ഈ ഒരു പടക്കളം എന്ന് പറയുന്ന സിനിമ സ്റ്റോറി എഴുതുന്ന സമയത്ത് ആ ഒരു ത്രെഡ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്പിറേഷൻ എവിടെ നിന്നായിരുന്നു? 2-3 കേസുകളുണ്ട്. അതിപ്പം എനിക്കിപ്പോ ഒരു സാധനത്തിൽ പിൻ പോയിന്റ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ കഥ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനും നിതിനും ഒരുപാട് കഥകൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ വെറുതെ ഒരു സൂപ്പർ ഹീറോ കഥ ചെയ്യാന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്തപ്പോ നിതിൻ എന്റെ അടുത്ത് ചുമ്മാ ഒരു ഐഡിയ പറഞ്ഞു, എടാ സൂപ്പർ ഹീറോ ആക്കണ്ട, ഒരു സ്കൂളിൽ ഒരു ടീച്ചറിന് എന്തോ ഒരു ഈവിൾ പവർ ഉണ്ട്, അത് മനസ്സിലാക്കുന്ന ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ്. അപ്പൊ ഞാൻ ഐഡിയ കൊള്ളാം, പക്ഷെ നമ്മൾ എന്തിനാ അത്ര വലിയൊരു സാധനം സൂപ്പർ ഹീറോ എന്ന് പറയുന്ന സാധനത്തിൽ ഇങ്ങനെ ലിമിറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് അന്ന് അത് മാറ്റി വെച്ചു. പിന്നെ വേറൊരു സമയത്ത് ഈ പരകായ നിയന്ത്രണം, ബോഡി സ്വാപ്പ് എന്നൊക്കെ പറഞ്ഞ ഐഡിയ വന്നപ്പോ അതുമായിട്ട് ലാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു. പക്ഷേ ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. എങ്കിലും ഈ കഥയ്ക്ക് ഇൻസ്പയർ ആയത് ഒരുപാട് മലയാളം സൗത്ത് ഇന്ത്യൻ ഫിലിംസ് ആണ്, നോട്ട് ഹോളിവുഡ് ഫിലിംസ്. നമ്മൾ ജുമാൻജിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിൽ അത് തൊട്ടുവിട്ടതാണ്. ഇപ്പം നമ്മുടെ അങ്ങനത്തെ റെഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, അനന്തഭദ്രം, പകൽപൂരം, ഇതിഹാസ, അടികപ്പേരെ കൂട്ടമണി, മാനാട്, മാർക്ക് ആന്റണി എല്ലാം മലയാളം അല്ലെങ്കിൽ തമിഴ് മൂവീസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഞാനിപ്പോ പറഞ്ഞ ലിസ്റ്റ് ഓഫ് മൂവീസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സീനുകൾ അല്ലെങ്കിൽ നമുക്കൊന്ന് ഹാർട്ട് റൈസ് ചെയ്യുന്ന, നമുക്ക് ഒന്ന് മറ്റേ എന്താ പറയുക, ഒന്ന് ചാടി എണീപ്പിക്കാൻ തോന്നുന്ന, എക്സൈറ്റ്മെന്റ് തോന്നുന്ന മൂമെന്റ്സ് ഉണ്ട്. ഈ പടങ്ങളിൽ നിന്നെല്ലാം നല്ല സാധനങ്ങൾ പറക്കി വെച്ചുണ്ടാക്കിയതാണ് പടക്കളം. അപ്പൊ ടു റീക്യാപ്ചർ ഓൾ ദോസ്, എന്നിട്ട് എന്നാ അതിനൊരു ട്രൂ എസൻസ്, അതിനൊരു ജെന്യുവിനിറ്റി, അതിൽ നമ്മുടേതായ ഒരു സാധനവും കൂടെ വേണം എന്നുള്ള ലെവലിൽ ഉണ്ടാക്കിയതാണ് പടക്കളം. ഈ പടം ആദ്യത്തെ ട്രെയിലറൊക്കെ റിലീസ് ചെയ്തപ്പോൾ ഒരുപാട് പേര് 144P ജുമാൻജി ഹോളിവുഡിൽ നിന്ന് അടിച്ചതാണെന്ന് പറഞ്ഞ് കമന്റ് വന്നു. ഞാൻ ഇവിടെ പറയുകയാണ്, ഈ പടം മലയാളത്തിൽ നിന്ന് അടിച്ചതാണ്, വിദേശത്തോട്ട് പോയതല്ല, നമ്മുടെ മലയാളത്തിൽ നിന്ന് അടിച്ച പടമാണ്. ഞാൻ എല്ലാ ഇന്റർവ്യൂലും അത് പറയുന്നുണ്ട്. ലൈക്ക് നമുക്ക് ഹോളിവുഡിൽ ചെന്ന് കഥ ചുരണ്ടേണ്ട ഒരു കാര്യവും ഇല്ല, മലയാളത്തിൽ അതിന് മാത്രം നല്ല കഥകളുണ്ട്. ഹോളിവുഡിലും മോളിവുഡും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ സൂപ്പർ ഹീറോ എന്നുള്ള ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം പലപ്പോഴും നമ്മൾ ആസ് എ മലയാളി ഓഡിയൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഹോളിവുഡിൽ കാണിക്കുന്ന പല സൂപ്പർ ഹീറോ പടങ്ങളും ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു അവർ ഓൺ വി ഡോണ്ട് ജനറലി ആക്സെപ്റ്റ്, അല്ലേ? ഡു യു ഫീൽ ദാറ്റ്? അതിന്റെ കാര്യം അത് ഞാനല്ല, അത് എന്റെ ആശാൻ ബേസിൽ ജോസഫ് വളരെ ക്ലിയർ ആയിട്ട് ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ബാറ്റ്മാൻ എടുത്തു കഴിഞ്ഞാൽ ബാറ്റ്മാൻ നിൽക്കുന്ന ഗോതം സിറ്റി തരുന്ന അവരുടെ ടെറൈനിൽ ബിൽഡാക്കിയ സൂപ്പർ ഹീറോസ് ആണ്. അപ്പൊ നമ്മൾ അതിനെ അനുകരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വീഴുകയുള്ളൂ. അപ്പൊ മിന്നൽ മുരളി നമ്മൾ ചെയ്തു, അത് ഗ്ലോബലി ഒരു ഹിറ്റ് ആവുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ബേസിലായിട്ട് ആ വർക്ക് ഫിലോസഫി തന്നെയാണ്. അതായത് ഇത് കേരളത്തിലെ കുറുക്കൻമൂല എന്ന് പറയുന്ന സ്ഥലത്തുള്ള സൂപ്പർ ഹീറോ ആണ്. നമ്മളെ കൾച്ചർ മറന്നിട്ടൊരു സൂപ്പർ ഹീറോ ഇവിടെ പ്ലാൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വർക്ക് ആവില്ല. പക്ഷെ വെൻ യു ഇന്റഗ്രേറ്റ് കൾച്ചർ വെരി വെൽ, ഇപ്പൊ ക്രിഷ് അവര് ഐഡിയലി അത് ഹിന്ദി പിന്നെ സിംഗപ്പൂർ അങ്ങനെ ഒരു ആ കൾച്ചർ എന്ന് പറയുന്ന സാധനം അവർ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും മലയാളത്തിൽ അല്ലെങ്കിൽ ഫാന്റസി, ഇന്ത്യയിലെ ഫാന്റസിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സൂപ്പർ ഹീറോയോ അതെല്ലാം വർക്കായിട്ടുള്ളത് കൾച്ചറലി റൂട്ട് ചെയ്തുകൊണ്ടാണ്. ഈവൻ ഈച്ച പോലും ഭയങ്കര ഹാർഡ് കോർ ആയിട്ട് ഒരു തെലുങ്ക് കൾച്ചറിൽ റൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കഥകൾ. നമുക്ക് അറിയാവുന്ന കാമുകന്റെ റിവെഞ്ച് ആണത് ഈച്ച. അറ്റ് ദ ഹാർട്ട് ഓഫ് ഇറ്റ് നമുക്ക് കൾച്ചറലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. സോ അപ്പൊ അതാണ്, അപ്പൊ കൾച്ചറലി റൂട്ടഡ് ആയ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഹീറോസ് ഇവിടെ എപ്പോഴും ഉണ്ടാവും. വിത്ത് ദാറ്റ് സെഡ് അതത്ര എളുപ്പമല്ല ഉണ്ടാക്കാൻ. അത് ഞാൻ ഈ പ്രോസസ്സിലൂടെ നന്നായിട്ട് മനസ്സിലാക്കിയെന്നൊക്കെ. റൈറ്റർ ഡയറക്ടർ മനു സ്വരാജ് ആണെന്ന് നമ്മുടെ കൂടെ സ്റ്റാർസ് ഓൺ എയറിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. പടക്കളം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ, അതിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനോടൊപ്പം ലെറ്റ് മീ ജസ്റ്റ് ആസ്ക് യു അബൌട്ട് യുവർ ഗുരു, അബൌട്ട് യുവർ ആശാനുമായിട്ട് തന്നെയാണ് ഇതിന് മുൻപ് 2 സിനിമകളിൽ അസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നത്. ഒന്ന് മിന്നൽ മുരളി ആൻഡ് കുഞ്ഞിരാമായണം. ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ് വിത്ത് സമൺ ലൈക്ക് ബേസിൽ? ഞാൻ കുഞ്ഞിരാമായണം വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് 18-19 വയസ്സാണ്. അപ്പൊ അന്നത്തെ സമയത്ത് എനിക്കൊരു എക്സ്റ്റെൻസീവ് ഷോർട്ട് ഫിലിമിന് അപ്പുറത്തേക്ക് അതിന്റെ മറ്റേ ബാക്കി അതിന്റെ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊന്നും ഡീസൈഫർ ചെയ്യാനുള്ള ഒരു ബോധമില്ല. ഓക്കെ, പക്ഷെ കമ്മിങ് ടു മിന്നൽ മുരളി അവിടെ എനിക്ക് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം മറ്റേ ബാങ്ക് കോച്ചിങ്ങിന് പോയി അങ്ങനെ ഇരുന്നൊരു സമയത്താണ് ബേസിലേട്ടൻ മിന്നലിൽ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ പോയിട്ട് മിന്നൽ മുരളി ആക്ച്വലി ഞാൻ 2019 മെയിൽ ജോയിൻ ചെയ്തിട്ട് 2022 സെപ്റ്റംബർ OTTക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നവരെ ഞാൻ മിന്നലിന്റെ കൂടെ ആയിരുന്നു. 21 തോന്നുന്നു. അപ്പൊ ബേസിക്കലി ദാറ്റ് ഈസ് ലൈക്ക് 2 years. അപ്പൊ 2 years എന്ന് പറഞ്ഞ ഒരു ഫിലിം സ്കൂളിൽ പഠിക്കുന്ന ദൂരം തന്നെയായിരുന്നു. അപ്പൊ ആ സമയങ്ങളിൽ ഈ പറയുന്ന പോലെ അതിന്റെ സ്ക്രിപ്റ്റ് തുടങ്ങിയതും അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക്, അതിന്റെ VFX, അതിന്റെ വർക്ക് ഫ്ലോ, അതിന്റെ ഓൺ സെറ്റ് വർക്ക്, ഈവൻ മിന്നലിൽ
കോസ്റ്റ്യൂം ഒഴികെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായിരുന്നു ലേണിംഗ്. മിന്നൽ മുരളി എന്ന് പറയുന്നതായിരുന്നു ഫിലിം സ്കൂൾ. ആൻഡ് പിന്നെ അതുപോലെ തന്നെ ആശാനിൽ നിന്ന് കറക്റ്റ് എന്ത് പഠിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിതിൽ കാണിച്ചതെല്ലാം ആശാന്റെ നിന്ന് പഠിച്ചതാണ്. എനിക്ക് വേറൊരു മെന്റർ ഇല്ല. പുള്ളി പറയുന്ന കാര്യങ്ങൾ, പുള്ളിയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ, പുള്ളി റെഫർ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ, പുള്ളി കാണുന്ന സിനിമകൾ, അപ്പൊ പുള്ളി ആ ഒരു സാധനം ഒന്ന് സെറ്റ് ചെയ്ത് തരും. ബാക്കി നമ്മൾ എന്തോരം പണി എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോ എവറിത്തിങ് ഐ ലേൺ ഫ്രം ഹിം. എക്സ്പെഷ്യലി അതിൽ ഏറ്റവും സോൾഡ് ആയിട്ട് നിൽക്കുന്ന കാര്യം, ചിലപ്പോൾ പടക്കളം കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല, അതിന്റെ ഒരു വെരി സോളിഡ് ഫ്രെയിം വർക്ക്, സ്ട്രക്ചർ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ ആ പടം ലൈറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ഓക്കെ, സ്മൂത്ത് ആയിട്ട് പോകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ സ്ട്രക്ചർ ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു സ്ട്രോങ് അല്ലെങ്കിൽ ഒരു സോളിഡ് സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളത് ബേസിലേട്ടൻ നിന്ന് പഠിച്ചതാണ്. ബേസിൽ എന്താണ് പറഞ്ഞത് ഈ ഒരു സിനിമ കണ്ടിട്ട്? അയ്യോ, ബേസിലേട്ടൻ ഭയങ്കര ഹാപ്പി. ബേസിലേട്ടനും വൈഫ് എലി ചേച്ചി രണ്ടുപേരും വിളിച്ചു. ഒരുമിച്ച് പടം കണ്ടിട്ട് ഉടനെ വിളിച്ച് പിന്നെ അപ്പൊ പുള്ളി പറഞ്ഞതാ, ഇപ്പം ഈ പടം എല്ലാരും കൊള്ളാന്ന് പറയുമ്പോഴും നിനക്കും എനിക്കും മാത്രം മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ ഈ പടത്തിലുണ്ട്. അതായത് ഇതിന്റെ സ്ട്രക്ചർ. അങ്ങനെ പുള്ളിക്ക് പടം കണ്ടിട്ട് ഇതിന്റെ പ്രോസസ്സ് മൊത്തം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഈവൻ ഇതിൽ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, സാഫ് ബോയ് ഈ ബോർഡ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലം, വേറൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലം, ടോയ്ലറ്റ്, ഫുഡ് കഴിക്കുന്നു, ലൈബ്രറി. അത് ആക്ച്വലി നമ്മൾ കുഞ്ഞിരാമായണത്തിൽ ചെയ്തിട്ടുള്ള സാധനമാണ്. കുഞ്ഞിരാമായണത്തിൽ വെൽഡൻ വാസ്തു എന്ന് പറഞ്ഞ മാമുക്കോയുടെ ക്യാരക്ടർ പറയുന്ന സാധനം ഇത് അതേപോലെ ചെയ്തതാണ്. ത്രൂ ഔട്ട് ദ മൂവി പുള്ളിക്ക് ഞാൻ എവിടെ എങ്ങനെ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്തെന്നുള്ളത് കാണാൻ പറ്റി. അപ്പൊ ആ കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇന്നർ മീനിങ്സ് ഉള്ള സാധനമാണ്. നമുക്ക് മാത്രം അറിയാവുന്ന റെഫറൻസുകളും നമ്മുടെ പ്രോസസ്സുകളും അളന്ന് മുറിച്ച് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ആൻഡ് പുള്ളിക്കാരൻ ഫോൺ വെക്കുന്നതിന് മുന്നേ ഒറ്റ ക്യാപ്ഷനും പറഞ്ഞു വെൽക്കം ടു മോളിവുഡ് എന്നും പറഞ്ഞു. അതും എനിക്ക് ഭയങ്കര ഹാപ്പി. അപ്പൊ ഈ മോളിവുഡിലേക്ക് വന്നത്, ഇപ്പം നമ്മള് നേരത്തെ പറഞ്ഞു ബേസിൽ ജോസഫിനോട് 2 സിനിമകൾ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ മുൻപ് സിനിമയിലേക്ക് വരണമെന്ന് തോന്നിപ്പിച്ച ഒരു ഒറ്റ പടം പിക്ക് ചെയ്ത് പറയാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഉണ്ടോ? എനിക്ക് പല സമയങ്ങളിൽ പല പടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒറ്റപ്പടം പിക്ക് ചെയ്ത് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇച്ചിരി പാടായിരിക്കും. കാര്യം ഞാൻ ട്രിവാൻഡ്രം കുന്നുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചിരുന്നു. അപ്പൊ നമ്മുടെ വീട്ടിൽ TV ഒന്നുമില്ല. എന്താ ഒൺലി ലെഷർ വി ഹാവ് ഇസ് തിയേറ്റർ. അപ്പൊ ആ സമയത്തുള്ള ഏറ്റവും വലിയ, നമ്മുടെ ആ കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു 1.5 കിലോമീറ്റർ പ്രോക്സിമിറ്റിയിൽ എനിക്ക് തോന്നുന്നു മോർ ദാൻ 25 തിയേറ്റേഴ്സ് ഉണ്ട്. അത്ര കണ്ടമാനം തിയേറ്റേഴ്സ് അന്നത്തെ കാലത്ത്. അതായത് മീൻസ് ഞാൻ ഒരു 3-4 വയസ്സുള്ളൂ. അപ്പൊ അച്ഛൻ ഇറങ്ങുന്ന സിനിമകൾക്കെല്ലാം കൊണ്ടുപോകും. ഇത് കഴിഞ്ഞ് അവിടുത്തെ ചിന്മയ സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. അവിടെ നിന്ന് ഞാൻ ബസ് സ്റ്റോപ്പിൽ നടന്ന് വരുന്നതിനിടയ്ക്ക് തന്നെ 16 സ്ക്രീൻസ് ഉണ്ട്. അപ്പൊ എല്ലാ സിനിമ ഇറങ്ങിയാലും ഇറ്റ്സ് എ ഫെസ്റ്റിവൽ. അപ്പൊ ഇത് കണ്ട് വളർന്നതിന്റെ ഒരു സാധനമുണ്ട്. പിന്നെ പിന്നെ അത് തന്നെ ഇത് ഞാൻ മാത്രമല്ല, നമ്മുടെ കൂടെ പഠിച്ച എല്ലാവർക്കും ഈ ഒരു എക്സ്പോഷറാ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും പണം ചെയ്യണം എന്നുള്ള തുര വന്നിട്ട് നമ്മളൊരു 8ാം ക്ലാസ് ഒക്കെ ആയിരുന്ന സമയത്ത് 3GP ഫോണിൽ പടം ഷൂട്ട് ചെയ്യുക, അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് 10ൽ വന്നപ്പോ അത് വേറൊരു അടുത്ത ഇറ്ററേഷനിൽ ചെയ്യാന്ന് വിചാരിച്ച് ഷോർട്ട് ഫിലിം ചെയ്യുന്നു. 12ൽ വേറൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ നോക്കുന്നു. പക്ഷെ ഒരു ടേണിംഗ് പോയിന്റ്, വെരി സീരിയസ്ലി ദിസ് ഈസ് മൈ കോൾ ടു ഡു എ മൂവി എന്ന് എനിക്ക് തോന്നിയത് തിര സിനിമ കണ്ടിറങ്ങിയപ്പോഴാണ്. തിര സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ ചില സാധനങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് തോന്നി. കാര്യം വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ മേക്കർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ പുള്ളി ആദ്യം ചെയ്ത മലർവാടി ആർട്സ് ക്ലബും പിന്നെ തട്ടത്തിൻ മറയത്തും പ്രതീക്ഷ കയറുന്നേ, ഈ സാധനങ്ങൾ നമുക്ക് എപ്പോഴും എഴുതാൻ പറ്റുമെന്ന് ഒരു തോന്നലുള്ള സാധനങ്ങൾ. അത് എഴുതാൻ പറ്റില്ല എന്നുള്ളത് എഴുതുമ്പോൾ മനസ്സിലാവും. അപ്പൊ അങ്ങനെ വന്നിട്ട് ആ മേക്കർ പെട്ടെന്ന് തിര പോലൊരു സാധനം എടുത്തിട്ട് തിര കണ്ടിറങ്ങി. ശ്രീകുമാർ തിയേറ്ററിൽ നിന്നാണ് കണ്ടിറങ്ങുന്നത്. അപ്പൊ തിര കണ്ടിറങ്ങിയ സമയത്ത് കിട്ടിയൊരു ഹൈ ഉണ്ട്. അതാണ് എനിക്ക് അന്നൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ ഇൻസ്പയർ ആയതും. ആ ഷോർട്ട് ഫിലിം കണ്ടാണ് ബേസിൽ ജോസഫ് വിളിക്കുന്നതും. അപ്പോ ആ കോൾ ഫോർ ആക്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കും. ആൻഡ് എഗെയിൻ ഇതിനിടയ്ക്ക് മിന്നൽ മുരളി കഴിഞ്ഞിട്ട് പടക്കളം തുടങ്ങുന്നതിന് മുന്നേ ഒരു 2 കൊല്ലം എനിക്ക് ഭയങ്കര ട്രച്ചറസ് ആയിരുന്നു. ഭയങ്കര പ്രശ്നമുള്ള ഒരു ടൈമായിരുന്നു അത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യില്ല. അതൊരു 4 കൊല്ലം, ഒരു 4 പടമൊക്കെ കഴിഞ്ഞിട്ട് പറയാം. അത് ഇപ്പം പറയാൻ എനിക്കും കേൾക്കാൻ ആൾക്കാർക്കും ആഗ്രഹമുള്ള ഒരു സമയത്ത് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഒരു പടം ഇറങ്ങിയിട്ട് പറയാൻ പറ്റുന്ന ഒരു കഥയല്ല. അപ്പൊ അങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് എഗെയിൻ എന്താ പറയുക, ഒരു കോയിൻസിഡൻസ് എന്ന് പറയട്ടെ, പടക്കളം ചെയ്യണം എന്ന് തോന്നി. ആ ഹാർഡ് കോർ ഒരു സാധനം ഇഷ്ടപ്പെട്ടത് ഏത് വില കൊടുത്തും ചെയ്യണമെന്ന് തോന്നിയത് മുകുന്ദനുണ്ണി കണ്ടതിന് ശേഷമാണ്. ഇതിലൊരു ബ്യൂട്ടി എനിക്കത് മേ ബി അങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐ എം എ ഹ്യൂജ് വിനീത് ശ്രീനിവാസൻ ഫാൻ. തിരയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ബേസിൽ ജോസഫ്. പുള്ളിയുടെ തിരയിൽ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറെ അഭിനവേട്ടം ചെയ്ത പടമാണ് മുകുന്ദനുണ്ണി. അപ്പോ സംഹൗ ദിസ് മൂവീസ് എങ്ങനെയോ ഇൻഫ്ലുവൻസ് ആയി എന്ന് പറയുന്നതിൽ എന്തോ ഒരു കോയിൻസിഡൻസ് സംഭവം. അടിപൊളി. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എഴുതുന്ന സമയത്ത് നേരത്തെ പറഞ്ഞല്ലോ, എഴുതുന്ന അത്ര എളുപ്പമായിരിക്കത്തൊന്നുമില്ല, നമ്മൾ വിചാരിക്കും എളുപ്പമെന്ന് പറയുന്ന പോലെ. ഈ ഒരു സിനിമ പടക്കളം എന്ന് പറഞ്ഞ സിനിമ താങ്കൾ എഴുതുന്ന സമയത്ത് വാട്ട് വർ ദ ചാലഞ്ചസ് ദാറ്റ് യു ഫേസ്ഡ്? വർ ദേർ എനി?
അങ്ങനെ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായിരുന്നു? ഇപ്പം ഞാനും നിതിനും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും നമുക്ക് ഇന്റേണലി വന്നിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫാന്റസി, ഇതിന്റെ ഫൺ, ഇതിന്റെ എക്സൈറ്റ്മെന്റ്, ഇതിന്റെ ക്യാരക്ടേഴ്സ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പടപട എളുപ്പമായിരുന്നു. ഓക്കെ. പക്ഷേ ഇതിന്റെ ഇമോഷണൽ സൈഡ് വന്നപ്പോഴാണ് ഇടി വീണത്. നിതിൻ പറയുന്നുണ്ടായിരുന്നു 2 മണിക്കൂർ കൊണ്ട് ലോക്ക് ചെയ്ത ഫാന്റസിയും അതിന്റെ റൂൾസും സെറ്റ് ചെയ്താൽ നമുക്ക് 4 ദിവസം വേണ്ടി ഒന്നും ഇതിന്റെ ഇമോഷൻ ക്രാക്ക് ചെയ്യാം. അപ്പൊ അത് ബേസിക്കലി അത് നിതിന്റെ തെറ്റല്ല, എന്റെ തെറ്റാണ്. കാര്യം ഞാൻ ഇമോഷൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു മേക്കർ അല്ല. ഇറ്റ്സ് എ ബാഡ് തിങ് ടു സേ. ഓക്കെ, പക്ഷെ അപ്പൊ നിതിൻ ഇമോഷൻ നല്ല കപ്പാസിറ്റി ഉണ്ട്. സോ ഈ പ്രോസസ്സിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിതിൻ ഹാസ് ടു കൺവിൻസ് മീ. അത് ട്രെച്ചറസ് പ്രോസസ് ആണ്. നിതിനെ സംബന്ധിച്ച് അത് ദുസ്സഹമാണ്. പക്ഷെ എഗെയിൻ ഇപ്പം ദി വെരി ലിറ്റിൽ ഇമോഷൻ ദാറ്റ് യു സീ ഇൻ ദിസ് മൂവി അത് കിട്ടിയിട്ടുള്ളവർക്കറിയാം അത് ഫുള്ളി നിതിന്റെ തന്നെ കോൺട്രിബ്യൂഷൻ ആണ്. സുരാജേട്ടന്റെ ഈ ഭാര്യ കുട്ടി എന്ന് പറയുന്ന സാധനവും അവസാനമുള്ള ബ്യൂട്ടിഫുൾ ബ്രേക്കപ്പ് ആൻഡ് മൂവിങ് ഓൺ എന്നൊക്കെ പറയുന്നത് നിതിൻ തർക്കിച്ച് വഴക്കുണ്ടാക്കി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വാങ്ങിച്ചെടുത്ത സാധനങ്ങളാണ്. ഇപ്പം പടക്കളം ഒരു ഫാന്റസി കോമഡി എന്ന ആ ഒരു ജോണറിൽ നമുക്ക് പെടുത്താൻ പറ്റും അല്ലെ? കറക്റ്റ് ആണോ? ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഐ ഡോണ്ട് നോ ഇഫ് യു ആർ കറന്റ്ലി വർക്കിംഗ് ഓൺ അതർ പ്രോജക്ട്സ്, പക്ഷെ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ജോണർ ഏതായിരിക്കും? ഇമ്മീഡിയറ്റ്ലി ആണെങ്കിൽ ഞാൻ എന്തായാലും ഇത്രയും ചിരിപ്പിച്ച സ്ഥിതിക്ക് അടുത്തൊരു പടം ഒരു ചിരിയില്ലാത്തൊരു പടം ചെയ്യണമെന്ന് ആഗ്രഹമാണ്. അത് എന്താ പറയുക, ഇപ്പൊ ഇനിഷ്യൽ സ്റ്റേജസിലൊക്കെ ഇച്ചിരി എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് അതങ്ങനെ. പിന്നെ ആൻഡ് ജനറലി സ്പീക്കിംഗ് എനിക്ക് ഈ ഫീൽ ഗുഡ് ഫിലോസഫി, അതായത് ഫിലോസഫിക്കൽ ഫീൽ ഗുഡ് ഒഴികെയുള്ള എല്ലാ പടങ്ങളും എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഫിലോസഫിക്കൽ ഫീൽ ഗുഡ് മാത്രം ഐ ഡോണ്ട് ഫീൽ എ കണക്ഷൻ വിത്ത് ദാറ്റ് ജോണർ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് മനു, ഇത്ര നേരം നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് കുറേയധികം വിശേഷങ്ങൾ പറഞ്ഞു. ഇറ്റ് വാസ് ലവ്ലി സ്പീക്കിംഗ് ടു യു. താങ്ക് യു. ഓൾറൈറ്റ്, എന്തായാലും പടക്കളം എന്ന സിനിമയുടെ റൈറ്റർ ഡയറക്ടർ ആയിട്ടുള്ള മനു സ്വരാജ് ആയിരുന്നു ഇത്ര നേരം നമ്മുടെ അടുത്ത് പടക്കളത്തിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരെ ഈ ഒരാഴ്ച സ്റ്റാർസ് ഓൺ എയറിൽ നിന്നും ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമാണ്. അടുത്ത ആഴ്ച ഇതുപോലെ മറ്റൊരു സെലിബ്രിറ്റിയും കുറേയധികം വിശേഷങ്ങളുമായി നമ്മൾ തിരിച്ചെത്തും. Till then, stay tuned, stay happy and stay awesome.